من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരീ സഹോദരന്മാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു സത്യവിശ്വാസി യഥാർത്ഥത്തിൽ ഓരോ ദിവസത്തിലും ഓരോ സമയത്തിലും മാറ്റം ആഗ്രഹിക്കുന്നവനായിരിക്കും. അഥവാ എനിക്കോ ഇനി എന്തൊക്കെയോ മാറാനുണ്ട് എന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ ഈമാനും തഖ്വയും ഇഹ്സാനും ഒക്കെ പ്രായോഗിക രൂപത്തിൽ തിരിച്ചു വരിക. മറിച്ച് എത്ര വലിയ പരീക്ഷണങ്ങൾ വന്നാലും ഞാൻ ഈ രൂപത്തിലേ പോവുകയുള്ളൂ എന്ന് വിചാരിക്കുന്നിടത്താണ് മനുഷ്യർ പലരുമുള്ളത്. സത്യവിശ്വാസിയുടെ ഈ ഗുണങ്ങൾ, മാറ്റമെന്ന ഗുണം സ്വീകരിക്കാതെ എനിക്കൊരു മാറ്റവും വരാതെ ഞാനിങ്ങനെ പോകുമ്പോൾ എനിക്കുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ലെങ്കിൽ അത് വളരെ വലിയ അപകടമാണ്. പറഞ്ഞുകൊണ്ടുവരുന്നത് ചൂട് കൂടുതലാണ്, മഴയില്ല, പ്രയാസമാണ്, വെള്ളം വറ്റിയിട്ടുണ്ട്, ഇനി കിണറ്റിൻ്റെ അടി കാണൽ തുടങ്ങി, ഒരു റിങ് വെള്ളം മാത്രമേ ബാക്കിയുള്ളൂ, അത് ഞങ്ങൾ 2 വീട്ടുകാർ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഈ പരീക്ഷണം വരുന്നത്, എന്താണ് ഈ പരീക്ഷണത്തിന് പരിഹാരം എന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മൾ വ്യക്തിപരമായി പരാജയപ്പെടുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഒരു പരീക്ഷണം വന്നാൽ മനുഷ്യൻ കൂടുതൽ നന്നാവുകയാണ് ഉണ്ടാവുക. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നന്മകൾ കൊണ്ടുവരാനോ ഉള്ള പാപങ്ങളെക്കുറിച്ച് ബേജാറ് വന്ന് വെപ്രാളം വന്ന് അതിനെ ഇസ്തിഗ്ഫാർ നടത്താനോ ശ്രമിക്കാതെ ഇന്നലത്തെ പോലെ ഇന്നും ഇന്നത്തെ പോലെ നാളെയും മാറി മാറി വരുമ്പോൾ ഒരു മാറ്റവുമില്ലാതെ ദീനീ നിഷ്ഠയിലുള്ള 5 നേരം നമസ്കാരം, ജമാഅത്തിന് പോകുന്നവർ സ്ഥിരമായി ജമാഅത്തിന് പോകുന്നു, അതിലധികമൊന്നും ചെയ്യുന്നില്ല. അധികമായി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പരീക്ഷണത്തിൽ നിന്നും അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുക എന്നൊരു തിരിച്ചറിവെങ്കിലും നമുക്ക് ആവശ്യമുണ്ട്. എന്താണ് മഴ കിട്ടാൻ വേണ്ടി നൂഹ് അലൈഹിസ്സലാം ജനതയോട് പറഞ്ഞത്? ഫഖുൽതു സ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ പാപമോചനം തേടണം, കാരണം അങ്ങേയറ്റം പൊറുക്കുന്നവനാണ് അല്ലാഹു. യുർസിലു സമാഅ അലൈക്കും മിദ്റാറ, യുർസിലു സമാഅ അലൈക്കും മിദ്റാറ
എന്നാൽ ആകാശത്തു നിന്നും കോരിച്ചൊരിയുന്ന മഴ നിങ്ങൾക്ക് കിട്ടും. പാറ്റൽ മഴയല്ല. അവിടെ പെയ്തു ഇവിടെ പെയ്തു കുറച്ചു നേരം ഒരു തണുപ്പ് കിട്ടി എന്ന് പറയുന്ന മഴയല്ല. മറിച്ച് വലിയ മഹാമഴ കിട്ടണമെങ്കിൽ, നല്ല മഹാനുഗ്രഹമായ മഴ ലഭിക്കണമെങ്കിൽ ഇസ്തിഗ്ഫാറിൻ്റെ വശത്തേക്ക് നമ്മൾ തിരിച്ചു വരൽ നിർബന്ധമാണ്. ഇസ്തിഗ്ഫാർ രണ്ട് വിധമുണ്ട്. ഒന്ന് അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹിൽ അസീം എന്നൊക്കെ ഉള്ള ദിക്റുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. അതേപോലെ ചെയ്ത പാപങ്ങൾ എടുത്ത് അള്ളാഹുവിനോട് അതിൻ്റെ വിഷമവും പ്രയാസവും പറഞ്ഞ്, നിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ആ തെറ്റു ചെയ്തത്, അഥവാ നിൻ തന്നെ അനുഗ്രഹം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആ തെറ്റു ചെയ്തത്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നീ തന്ന അനുഗ്രഹങ്ങൾ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഒരനുഗ്രഹവും തിന്മയ്ക്ക് ഉപയോഗപ്പെടുത്താൻ പാടില്ലായിരുന്നു. ഞാൻ നന്ദി കെട്ടവനായിപ്പോയി. എൻ്റെ പാപമോചനം സ്വീകരിച്ച് എന്നെ പരിശുദ്ധമാക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഒരു തരത്തിലുള്ള ഇസ്തിഗ്ഫാർ. രണ്ടാമത്തെ തരം പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളിൽ, ആ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇസ്തിഗ്ഫാർ. ധാരാളം പാപങ്ങൾ ചെയ്തവരാണ് നമ്മൾ ഓരോരുത്തരും. പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാളെ കൊല്ലുക, പലിശക്കെടുക്കുക, ലോട്ടറി വാങ്ങുക, ചൂതാട്ടം നടത്തുക, കള്ളു കുടിച്ച് തോന്നിയവാസം പറയുക എന്നതു മാത്രമല്ല പാപം. മറിച്ച് നമ്മൾ ചെയ്യുന്ന പുണ്യങ്ങളിൽ വരുന്ന അശ്രദ്ധകൾ, അഥവാ നമസ്കാരത്തിൽ വരുന്ന അശ്രദ്ധകൾ, അല്ലെങ്കിൽ ഒരു സ്വതക കൊടുക്കുമ്പോൾ എനിക്കൊരു പേരും കൂടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു കൊടുക്കുന്നത്, അതൊക്കെ പാപമാണ്. ജീവിതത്തിൽ പുണ്യം ചെയ്യാൻ ധാരാളം അവസരമുണ്ടായിട്ടും ആ അവസരമൊക്കെ വേറെ എന്തൊക്കെയോ ജീവിതാനന്ദങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് ശരിക്ക് ജീവിതത്തിൽ പുണ്യങ്ങൾക്കുള്ള അവസരങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുത്തുന്നതും പാപത്തിൻ്റെ ഇനത്തിലാണ് പെടുക. ഇങ്ങനെ ധാരാളം പാപം ചെയ്ത ഒരു പാപിയാണ് എന്നൊരാൾ എന്നു വിചാരിക്കുന്നുവോ അന്നു മുതലാണ് അയാൾക്ക് പാപം പൊറുക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടായിരിക്കുക. എൻ്റെ പാപം പൊറുക്കണമെന്ന് എനിക്കൊരാവശ്യമുണ്ടാകണം. എന്നിട്ട് റബ്ബിനോട് ചോദിക്കുമ്പോൾ മാത്രമേ പാപം പൊറുത്തു കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. അള്ളാഹു എത്രത്തോളം പാപം പൊറുക്കുന്നവനാണ്. അള്ളാഹു ഗഫ്ഫാറുൻ, അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസഹും, സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എൻ്റെ ദാസന്മാരെ, എന്താണ് സ്വന്തം ആത്മാവിനോട് ചെയ്യുന്ന അതിക്രമം? നരകത്തിലേക്ക് വരവ് വെക്കുന്ന പ്രവർത്തനങ്ങളെ ചെയ്യുകയും സ്വന്തത്തെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളുകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളെയും മുഴുവൻ പാപങ്ങളെയും പൊറുക്കുന്നവനാണ് അല്ലാഹു. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനും കരുണ ചൊരിയുന്നവനുമാകുന്നു. രണ്ട് തരത്തിലുള്ള പാപങ്ങൾ ജീവിതത്തിൽ വരും. ചെറിയ ചെറിയ പാപങ്ങൾ, ചെറിയ ചെറിയ കല്ലുകൾ കൂട്ടിവെച്ച് വലിയ വലിയ മലകളുണ്ടാകും. വലിയ പാറക്കല്ലുകളുള്ള വലിയ മലകളുണ്ടായിരിക്കും. ഇതേപോലെയാണ് പാപത്തിൻ്റെ അവസ്ഥ. ചെറുപാപങ്ങളുണ്ടാകും, വൻ പാപങ്ങളുണ്ടാകും. അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഇശി ഇല്ലൽ ലമം ഇന്ന റബ്ബക വാസിഉം മഗ്ഫിറ. അതായത് വലിയ പാപങ്ങളിൽ നിന്നും നിസ്സാരമായതൊഴിച്ചുള്ള നീചവൃത്തികളിൽ നിന്നും വിട്ടകന്നു നിൽക്കുന്നവർക്ക് തീർച്ചയായും നിന്റെ രക്ഷിതാവ് വിശാലമായ പാപമോചനം നൽകുന്നവനാകുന്നു. അപ്പോൾ വലിയ പാപങ്ങൾ ചെയ്യാതെ ചെറിയ പാപങ്ങൾ, തിന്മകൾ ചെയ്തവർ അതിൻ്റെ പൊറുക്കലിനെ തേടിയാൽ പെട്ടെന്നത് പൊറുത്തു തരും. പൊറുത്തു തന്നാൽ മഴയാകുന്ന അനുഗ്രഹം കിട്ടും, ധനത്തിൽ ബർക്കത്ത് കിട്ടും, ജീവിതത്തിൽ വളരെ വലിയ വരുമാനം കിട്ടും. നമ്മുടെ റിസ്ക് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പാപങ്ങളുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ റിസ്ക് വിശാലമാകുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പാപത്തിൽ നിന്നും പിന്നോട്ട് പോരണം. റിസ്ക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആകാശത്തു നിന്നും അല്ലാഹു ചൊരിഞ്ഞു തരുന്ന മഴ. അത് റിസ്ക്കിൽപ്പെട്ടതാണെന്ന് തിരിച്ചറിയണം. കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് പാപം പൊറുക്കപ്പെടുന്ന കർമ്മങ്ങൾ ധാരാളമാണ്.
ഏത് കർമ്മം ചെയ്താലും നന്മയാണോ അതുകൊണ്ടൊരു തിന്മ മായ്ക്കപ്പെടും. നന്മയാണോ ഒരു തിന്മ മായ്ക്കപ്പെടും. ഇത്ബാഉൽ ഹസനത്തു സയ്യ, ഒരു തിന്മ അത് ചെയ്താൽ ഒരു നന്മ തുടർന്ന് ചെയ്യുക. തംഹുക, ആ തിന്മയെ ആ നന്മ മായ്ക്കും. ആ നന്മ അവിടെ എത്തുമ്പോൾ ആ തിന്മ മായ്ക്കപ്പെടും. അഥവാ നന്മ ചെയ്യുമ്പോൾ ഒരു തിന്മ മായ്ച്ചിട്ടാണ് ഒരു നന്മ എഴുതി വെക്കുക എന്ന് നമ്മൾ ആലോചിക്കുക. അസ്വലാത്തുൽ ഖംസ്, 5 നേരത്തെ നമസ്കാരം. അസർ നമസ്കരിച്ചു, മഗ്രിബ് നമസ്കരിച്ചു, അതിൻ്റെ ഇടയിൽ അശ്രദ്ധമായ ഒരു പാപം വന്നു. അല്ലാഹു തആല ആ പാപം ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കും. ഓരോ നമസ്കാരത്തിൻ്റെ ഇടയിൽ ചെയ്യുന്ന പാപങ്ങളെയും അല്ലാഹു തആല പുറത്തു തരും. വൽ ജുമഅതു ഇലൽ ജുമഅ, ഒരു ജുമ കഴിഞ്ഞു അടുത്ത ജുമഅക്കും പങ്കെടുത്തു, അതിൻ്റെ ഇടയിലെ പാപങ്ങൾ പുറത്തു തരും. വ റമദാനു ഇലാ റമദാൻ, ഒരു റമദാൻ കഴിഞ്ഞു അടുത്ത റമദാൻ വന്നു, അതിൻ്റെ ഇടയിലുള്ള പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. ആർക്ക്? ഇങ്ങനെ പാപം പൊറുക്കപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക്, അങ്ങനെ പാപം പൊറുക്കപ്പെടാൻ വേണ്ടി നിരന്തരമായി കർമ്മങ്ങളെ തുടർത്തുന്നവർക്ക്, അവർക്കാണ് അത് ലഭിക്കുക. പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്ന കർമ്മങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഖുത്ബയിൽ നമ്മൾ പറയുന്നത്. ഈ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഈ ഒരു ഫളായിൽ മനസ്സിലാക്കി ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഫളായിലിനെ കുറിച്ച്, ആ ശ്രേഷ്ഠതകളെ കുറിച്ച് ചിന്തിക്കുകയും, ഞാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് മഴ കിട്ടാൻ, എൻ്റെ റിസ്ക് വർദ്ധിക്കാൻ, നാളെ നരകത്തിൽ എത്തപ്പെടാതിരിക്കാൻ, നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി ഇവിടുന്ന് അങ്ങോട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമെന്ന നിയ്യത്തോടുകൂടി ഖുത്ബ കേൾക്കുന്നവർക്കാണ് മാറ്റമുണ്ടായിരിക്കുക. വുളു എടുക്കൽ നമസ്കാരത്തിനാണെങ്കിലും അല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തവല്ല അൽ അബ്ദുൽ മുസ്ലിം, ഒരു മുസ്ലിമായ അടിമ വുളുവെടുത്താൽ ഫഖസല വജ്ഹഹു ഖറജ മിൻ വജ്ഹിഹി കുല്ല ഖതീഅത്തുൻ നദറ ഇലൈഹാ ബിഐനൈഹി മഅൽ മാഅ് വറഔ മാഅ ആഖിറു ഖത്രിൻ, ഒരു മുസ്ലിം വുളുവെടുക്കുമ്പോൾ, അവൻ്റെ മുഖം കഴുകുമ്പോൾ, അവൻ്റെ 2 കണ്ണുകൾ കൊണ്ട് നോട്ടത്തിൽ ചെയ്ത മുഴുവൻ പാപങ്ങളും ആ വെള്ളത്തോടൊപ്പം വറ്റിപ്പോകും, അല്ലെങ്കിൽ ഒലിച്ചു പോകും. അതിൻ്റെ അവസാനത്തെ തുള്ളി മുഖത്തു നിന്നും അപ്രത്യക്ഷമാകുമ്പോൾ, അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകുമ്പോൾ, അതോടുകൂടി കണ്ണുകൊണ്ട് ചെയ്ത പാപങ്ങളെല്ലാം പുറത്തു കിട്ടും. ഇന്ന് ഒതുവെടുത്തു വന്നിരിക്കുന്നവരാണ് നമ്മൾ. ഈ വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ ആ വെള്ളം വറ്റലിലൂടെ നമ്മുടെ പാപം വറ്റിപ്പോകും, കണ്ണിൻ്റെ പാപം വറ്റിപ്പോകും. എന്നാൽ ഈ വിശ്വാസവും നിയ്യത്തുമില്ലാത്തവർക്ക് അത് ലഭിക്കുന്നില്ല എന്ന് അടിവരയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഫൈദാ ഗസല യദൈഹി ഖറജ മിൻ യദൈഹി കുല്ലു ഖതീഅത്തുൻ കാന ബത്ശതുഹാ യദാഹു മഅൽ മാഅ് ഔ മാ ആഖിറു ഖത്രിൽ മാഅ്, ആ കൈ കഴുകുമ്പോൾ, കൈ കഴുകിയതിന് ശേഷം കൈ ഉണങ്ങുമ്പോൾ, ആ അവസാനത്തെ വെള്ളത്തുള്ളിയോടൊപ്പം അവൻ കൈകൊണ്ട് പിടിച്ചു ചെയ്ത എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരും. ഒതുവെടുക്കാൻ എന്തൊരാനന്ദമായിരിക്കും ഈ വിശ്വാസമുള്ളവർക്ക്. ഈ വിശ്വാസമില്ലാത്തവർക്ക് ഒതുവെടുക്കുന്നതിൽ അത്ര ആനന്ദം കാണില്ല. ഒതുവെടുത്ത് ആ വെള്ളം കുറച്ച് സമയം ശരീരത്തിൽ നിൽക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടായി ഒതുവെടുത്ത് നേരെ വന്ന് അത് തുടച്ചു കളയുന്ന ആളുകളുണ്ട്. തുടക്കൽ തെറ്റാണെന്നല്ല പറയുന്നത്. ഈ ഒളുവിൻ്റെ അവയവങ്ങളിലുള്ള ആ വെള്ളം പോകുമ്പോൾ ഇതൊക്കെ എൻ്റെ പാപമാണ് വറ്റിപ്പോകുന്നതെന്ന് ചിന്തിക്കുന്നവൻ്റെ സന്തോഷവും അതിനെക്കുറിച്ച് അറിവില്ലാത്തവൻ്റെ ഒളുവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫൈദാ ഗസല റിജ്ലൈഹി ഖറജത് കുല്ലു ഖതീഅത്തുൻ മുസ്തഹാ റിജ്ലാഹു മഅൽ മാ, ആ വെള്ളത്തോടുകൂടി അവൻ നടന്നു ചെയ്ത പാപങ്ങൾ, അല്ലെങ്കിൽ പാപത്തിലേക്ക് നടന്ന ആ ഓരോ കാലടിപ്പാടുകളിലും കിട്ടിയ പാപത്തിൻ്റെ അളവ്, ആ കാലിലെ വെള്ളം അത് വറ്റിപ്പോകുമ്പോൾ പോകുമെന്ന് മനസ്സിലാക്കണം. നബിയുനാ മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ദുല്ലുക്കും, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, അലാ യംഹുല്ലാഹു ബിഹി ഖതായ, ആ കാര്യം ചെയ്താൽ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. വയർഫഉ ബിഹി ദറജ, നിങ്ങളുടെ ആ പദവികൾ, സ്വർഗത്തിലെ പദവികൾ ഉയർത്തപ്പെടുകയും ചെയ്യും. ഖാലു, അവർ സഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്,
അള്ളാഹുവിൻ്റെ റസൂലേ, അല്ലാതെ ഞങ്ങൾക്കത് പറഞ്ഞു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇസ്ബാഹുൽ വുളൂ അലൽ മക്കാരിഹ്. ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, ത്യാഗമുണ്ടാകുമ്പോൾ, പ്രയാസകരമായ സമയത്ത് വുളുവെടുക്കുക എന്നത്. ഉറക്കത്തിന് മുമ്പ് വുളുവെടുക്കണം. ഉറക്കത്തിന് മുമ്പ് വുളുവെടുത്ത് ശുദ്ധിയായി പ്രാർത്ഥിച്ച് ആയത്തുൽ കുർസി പാരായണം ചെയ്ത് കടന്നുറങ്ങുന്ന ഒരാളുടെ തലയുടെ ഭാഗത്ത് ഒരു മലക്കിനെ ഏർപ്പെടുത്തുകയും അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്നയാൾ ഉണരുന്നതുവരെ പറയാൻ കൽപ്പിക്കുകയും ചെയ്യുമെന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വുളുവെടുക്കുന്നത് നല്ലതാണ്. നല്ല ഒരു കാര്യത്തിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദീനീപരമായ സംസാരത്തിന് പോകുമ്പോൾ വുളുവെടുക്കുന്നത് നല്ലതാണ്. മതപഠനത്തിന് മുമ്പ് വുളുവെടുക്കുന്നത് നല്ലതാണ്. നമസ്കാരത്തിന് മുമ്പ് വുളുവെടുക്കൽ നിർബന്ധമാണ്. അങ്ങനെ വുളുവെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മടമ്പിൻകാല് നനഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. മടമ്പിൻകാല് നനയാത്ത വുളുവുണ്ടല്ലോ, ആ വുളു അപൂർണമാണ്. അതിൻ്റെ വെള്ളം വറ്റിയാൽ ഒരിക്കലും പാപം പൊറുക്കപ്പെടുകയില്ല. മറിച്ച് അവിടെ നനയാത്തതിൻ്റെ കാരണത്താൽ അവന് നരകശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട്. നരക ശിക്ഷ ലഭിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇനിയോ വുളുവെടുത്ത് 2 റക്അത്ത് നമസ്കരിക്കുക. ഏത് വുളുവിനും 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാവുന്നതാണ്. അൽ വുളു സുമ്മ സ്വലാത്ത് റക്അത്തൈനി ബിഖുശൂ. വുളുവിന് ശേഷം ഭക്തിയോടുകൂടി 2 റക്അത്ത് നമസ്കരിക്കുക. മൻ തവല്ലാ മിത്ലു വുളൂഇ, ഞാൻ വുളുവെടുത്തതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതേപോലെ വുളുവെടുക്കുക. സുമ്മ ഖാമ ഫസല്ല റക്അത്തൈനി, അതിനുശേഷം എഴുന്നേറ്റ് നിന്ന് 2 റക്അത്ത് നമസ്കരിക്കുക. ലാ യുഹ്ദിതു ഫീഹിമാ നഫ്സഹു ബിശൈഇൻ, അവൻ്റെ മനസ്സിൽ വേറെ ഒരു ഉദ്ദേശവുമില്ല, അല്ലെങ്കിൽ വേറെ ഒരു ചിന്തയുമില്ല. ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുൻകഴിഞ്ഞ മുഴുവൻ പാപങ്ങളും അല്ലാഹു പൊറുത്തു തരും. അപ്പോൾ പാപം പൊറുക്കാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമ്പോഴാണ് നമുക്ക് കോരിച്ചൊരിയുന്ന മഴ ലഭിക്കുക എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ നിന്നും പോകാൻ പാടില്ല. ദുനിയാവിനെ ചിന്തിച്ചുകൊണ്ട് വുളുവിന് ശേഷം നമസ്കരിച്ചതുകൊണ്ട് കാര്യമില്ല. മറിച്ച് നമ്മൾ പാപം പൊറുക്കപ്പെടാൻ യോഗ്യതയുള്ള നമസ്കാരം നമസ്കരിക്കണം. അദ്ദിക്റു ബഅദൽ അദാൻ, ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന. മൻ ഖാല ഹീന യസ്മഉൽ മുഅദ്ദിൻ, മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു റളിതു ബില്ലാഹി റബ്ബഹ വ ബിൽ ഇസ്ലാമി ദീനഹ വ ബി മുഹമ്മദിൻ റസൂലൻ ഗുഫിറ ലഹു ദംബഹു അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ എന്ന പ്രാർത്ഥനയോടൊപ്പം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു റളിതു ബില്ലാഹി റബ്ബൻ വ ബിൽ ഇസ്ലാമി ദീനൻ വ ബി മുഹമ്മദിൻ റസൂലൻ എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അവൻ്റെ പാപങ്ങൾ അല്ലാഹു തആല പൊറുത്തു തരും. ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ അത് ശ്രദ്ധിക്കാതെ അപ്പോഴെന്താണോ ചെയ്യുന്നത് അതിൽ നിന്നൊരു മാറ്റവുമില്ലാതെ, ബാങ്കിനെ ബഹുമാനിക്കാതെ, ബാങ്കിന് ഇജാബത്ത് കൊടുക്കാതെ, ബാങ്ക് കൊടുത്തത് കേട്ടിട്ട് ജമാഅത്തിന് പോകാതെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകളുണ്ടെങ്കിൽ അവിടെ മഴ ലഭിക്കാത്തതിന് വേറെ കാരണങ്ങൾ തേടേണ്ടതില്ല. അവിടെ മഴ ലഭിക്കാത്തതിന് വേറെ കാരണങ്ങൾ തേടേണ്ടതില്ല. അള്ളാഹു പറഞ്ഞത് കൽപ്പിച്ചത് ചെയ്യാതെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ ആഗ്രഹിക്കുക എന്നത്, ആശിക്കുക എന്നത്, ആ അനുഗ്രഹം കിട്ടാത്തതിന് പരാതി പറയുക എന്നത് അസാംഗത്യമുള്ള കാര്യമാണ്. അത് ശരിയല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് നന്മയിലേക്ക് നമ്മൾ കൂടുതൽ അടുത്തു വരണം. 5 നേരത്തെ നമസ്കാരം ആരെങ്കിലും മൻ തവല്ലഅ കമാ ഉമിറ, ഞാൻ കൽപ്പിച്ചതുപോലെ നിങ്ങൾ വുളുവെടുക്കുകയും വസല്ല കമാ ഉമിറ, ഞാൻ കൽപ്പിച്ചതുപോലെ, ഞാൻ കാണിച്ചു തന്നതുപോലെ നിങ്ങൾ നമസ്കരിക്കുകയും ചെയ്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞ പാപങ്ങളെല്ലാം പുറത്തു കിട്ടും. യംഹുല്ലാഹു ബിഹിന്ന ഖതായ എന്ന് വേറെ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. കർമ്മങ്ങൾ ചെയ്താൽ അവിടെ അള്ളാഹു പാപങ്ങളെ മായ്ച്ചു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്,
പാപങ്ങൾ മായ്ക്കപ്പെടുന്ന, പദവി ഉയർത്തപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചതിന് ശേഷം ത്യാഗത്തിൻ്റെ സമയത്ത് വുളു നന്നാക്കണം, പള്ളിയിലേക്ക് കാലടികൾ വർദ്ധിപ്പിക്കണം, അഥവാ പള്ളിയിലേക്ക് അധികമായി നടന്നു വരണം. ഒരു നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിക്കണം. ഇങ്ങനെയുണ്ടായാൽ അവൻ്റെ പാപം പൊറുക്കപ്പെടും. നമസ്കാരത്തിൽ മലക്കുകളുടെ ആമീനോട് ചേരുക എന്നത് പാപം പൊറുക്കുന്നതിൻ്റെ കാരണമായ സംഗതിയാണ്. ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു ഫഇന്നഹു മൻ വാഫഖ തഅമീനുഹു തഅമീനുൽ മലായിക ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഇദാ അമ്മനൽ ഇമാം ആമീൻ പറഞ്ഞാൽ ഫഅമ്മിനു നിങ്ങളും ആമീൻ പറയുക. ഫഇന്നഹു മൻ വാഫഖ തഅമീനുഹു ആരുടെയെങ്കിലും ആ ആമീൻ ഒത്തുവന്നാൽ തഅമീനുൽ മലായിക മലക്കുകൾ ആമീൻ പറയുന്നതിനോട് ഒത്തുവന്നാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി അവൻ്റെ പാപങ്ങളെ അല്ലാഹു പുറത്തു തരും. അപ്പോൾ ഫാത്തിഹ സൂറത്ത് ഇമാം ഓതുമ്പോൾ ആമീൻ പറയാൻ തയ്യാറായി നിൽക്കണം, ഒപ്പം ആമീൻ പറയണം. അപ്പോൾ നമ്മുടെ പാപങ്ങൾ ആ രേഖയിൽ നിന്ന് മാറ്റപ്പെടും. വഇദ് ഖാല ഇമാമു സമിഅ അല്ലാഹു ലിമൻ ഹമിദ ഫഖൂലു അല്ലാഹുമ്മ റബ്ബനാ ലകൽ ഹംദ് ഫഇന്ന ലഹു മിൻ വാഫഖ ഖൗലുഹു ഖൗലുൽ മലായിക ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഇമാമ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ മഅ്മൂമിങ്ങൾ അല്ലാഹുമ്മ റബ്ബനാ ലകൽ ഹംദ് എന്ന് പറയണം. ഇത് രണ്ടും ഒത്തുവരുമ്പോൾ, ഇത് മലായികത്തിൻ്റെ റബ്ബനാ ലകൽ ഹംദിനോട് ഒത്തുവരുമ്പോൾ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി അവൻ്റെ കഴിഞ്ഞ കാലത്തെ പാപങ്ങൾ പുറത്തു തരും. അദ്ദിക്റു ബഅദ സ്വലാ നമസ്കാരത്തിന് ശേഷം ദിക്ർ ചൊല്ലുക. നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കുമ്പോൾ വറചട്ടിയിൽ കൊണ്ടുവച്ച രൂപത്തിലായിരിക്കും ഇരിക്കുക. അവിടെ നിന്നും എഴുന്നേറ്റ് പെട്ടെന്ന് ചാടിപ്പടഞ്ഞ് വേറെ എവിടെയെങ്കിലും പോയിരുന്നാൽ മാത്രമേ ചില ആളുകൾക്ക് ശ്വാസം ലഭിക്കുകയുള്ളൂ എന്നൊരസ്വസ്ഥതയുടെ അവസ്ഥയുണ്ട്. എന്നിട്ടും അവർ പറയുന്നു, എന്തൊരു ചൂടാണ്, മഴയില്ലല്ലോ മഴയില്ലല്ലോ മഴയില്ലല്ലോ, അവിടെ പെയ്തിട്ടുണ്ട് ഇവിടെ പെയ്തിട്ടുണ്ട്, നമ്മൾക്ക് മാത്രം മഴയില്ലെന്ന് എല്ലാ പ്രദേശക്കാരും പറയുന്നു. എന്തുകൊണ്ട്? നാളുകൾ നന്നായാലാണ് മഴ ലഭിക്കുകയെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സബ്ബഹല്ലാഹു ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ 33 വഹമിദല്ലാഹു 33 വകബറല്ലാഹു 33 فتلك 99 وقال التمام 100 لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير غفرنا خطاياه وإن كان مثل زبد البحر. ഒരാൾ നമസ്കാരം കഴിഞ്ഞാൽ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറയുന്നു, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് പറയുന്നു, 33 പ്രാവശ്യം അല്ലാഹു അക്ബർ പറയുന്നു. ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് എന്ന ദിക്ർ കൊണ്ട് പൂർത്തിയാക്കിയാൽ കടലിലെ നുരയോളം പാപമുണ്ടെങ്കിലും അവൻ്റെ പാപം പൊറുക്കുമെന്ന് നബിയുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വുളു മുതൽ നമസ്കാരത്തിൻ്റെ അവസാനത്തെ ദിക്ർ വരെ ഒന്ന് പ്രത്യേകമായി ശ്രദ്ധിച്ചാൽ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുകയും, പാപം പൊറുക്കപ്പെട്ടാൽ യുർസിലുസ് സമാഅ അലൈക്കും മിദ്റാറ ആകാശത്തു നിന്നും കോരിച്ചൊരിയുന്ന മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയും നമുക്കുണ്ടായിരിക്കണം. ആര് നന്നാവണം? ആളുകൾ നന്നാവാത്തതിന് ഞാൻ എന്ത് ചെയ്യണം? അതുകൊണ്ട് മഴ വരാത്തത് അതുകൊണ്ട് തന്നെയാണ്. എത്ര ആളുകളാണ് നന്നാകാത്തത് എന്ന് 3 വിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ, 1 വിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ 3 വിരൽ എൻ്റെ നേർക്കാണ് എന്ന് ഞാൻ വിചാരിക്കണം. ഓരോ ആളുകൾ നന്നാവാൻ എന്ത് ചെയ്യണം? സ്വയം നന്നായാൽ മതി, സ്വയം നന്നായാൽ മതി. വേറെ ആരും നന്നാകുന്നത് നമ്മൾ പ്രതീക്ഷിക്കണ്ട. ഈ ഖുതുബയ്ക്ക് ഇവിടെ വന്നിരിക്കുന്ന, ജുമാക്ക് വന്നിരിക്കുന്ന നിങ്ങളും ഈ പറയുന്ന ഞാനും നന്നായാൽ നാട് നന്നായി എന്ന് വിചാരിക്കുന്നിടത്തേക്ക് എത്തുമ്പോൾ മാത്രമേ മാറ്റമുണ്ടാവുകയുള്ളൂ. എനിക്കു മാറണമെന്ന ഒരു ചിന്ത ഒരു മൈക്രോ സെക്കൻഡ് ചിന്തിച്ചാൽ മതി, എന്നാൽ നമുക്ക് മാറാൻ സാധിക്കും. നമ്മുടെ മനസ്സാണ് പ്രശ്നം,
നമ്മുടെ കാഴ്ചപ്പാടാണ് പ്രശ്നം, നമ്മുടെ മനോഭാവമാണ് പ്രശ്നം. പൊറുക്കലിനെ കിട്ടാതെ മരിച്ചു പോകുമ്പോൾ മരണത്തിൻ്റെ മലായികത്ത് വരുന്ന ആദ്യ നിമിഷം മുതൽ നമ്മൾ വളരെയധികം പ്രയാസപ്പെടേണ്ടി വരും എന്ന ഒരു വിശ്വാസത്തിലേക്ക്, അങ്ങനെ ഒരു വിചാരത്തിലേക്ക് വന്ന് പാപങ്ങൾ പൊറുക്കപ്പെടാൻ അങ്ങേയറ്റം പ്രയത്നിക്കണമെന്നാണ് ഈ ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു തആല ധാരാളമായി ഇസ്തിഗ്ഫാറിനെ തേടുന്ന, ധാരാളമായി പാപങ്ങൾ പൊറുക്കപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന സത്യവിശ്വാസികളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെയധികം സൂക്ഷ്മത പാലിക്കാറുണ്ട്. ഒരു ഫോം എഴുതി കൊടുക്കുമ്പോൾ, ഒരു സ്ഥലത്ത് വെച്ചെന്നൊരു സാധനം വാങ്ങുമ്പോൾ ഓരോ കാര്യത്തിലും സൂക്ഷ്മതയുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്യാൻ പറഞ്ഞ്, അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കാൻ പറഞ്ഞ സംഗതികളിൽ അതിലെങ്ങനെയായാലും വേണ്ടിയില്ല എന്നൊരവസ്ഥ നിലനിൽക്കുന്നുണ്ടോ എന്ന് നമ്മുടെ കാര്യത്തിൽ സംശയിക്കേണ്ടതുണ്ട്. ഒളു എടുക്കൽ ഒരു ഒളു എടുക്കലാണ്, നിസ്കരിക്കൽ വേറെ ഒരു നിസ്കാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തോട് ചേർന്ന് നിൽക്കാനും ആ ഇത്തിബായിനെ സ്വീകരിക്കാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നമസ്കരിച്ചു എന്ന് അന്വേഷിച്ചവർ എത്രയുണ്ട്. അത് നമ്മൾ നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കണം. ഇന്ന് വന്ന് 2 റക്അത്ത് നമസ്കരിച്ചിരുന്നു, ജുമാക്കിനി ജമാഅത്തായി നമസ്കരിക്കുന്നു. ഞാൻ എൻ്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം ആ വുളു മുതൽ സലാം വീട്ടി ദിക്ർ ചൊല്ലി അവസാനിക്കുന്നത് വരെയുള്ള കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് എൻ്റെ മനസ്സിലുണ്ട്. അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം എൻ്റെ മനസ്സിലുണ്ട്. അവിടെ നിന്ന് നിയന്ത്രിച്ചാണ് ഞാൻ നമസ്കരിക്കുന്നത് എന്ന് ധൈര്യത്തോടുകൂടി സ്വന്തം ഹൃദയത്തോട് പറയാൻ കഴിയുന്നുണ്ടോ? അങ്ങോട്ട് അല്ലാഹുവിന് കൊടുക്കുന്ന കാര്യത്തിൽ സൂക്ഷ്മത പാലിച്ചിട്ടില്ലെങ്കിൽ, നമസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജൊന്നും ഭംഗിയായിട്ടില്ലെങ്കിൽ അല്ലാഹുവിന് അത് സ്വീകരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മുടെ പാപം പൊറുക്കേണ്ട യാതൊരു കാര്യവുമില്ല. പാപം പൊറുക്കാൻ യോഗ്യതയുള്ള രൂപത്തിൽ നമസ്കരിക്കുക, യോഗ്യതയുള്ള രൂപത്തിൽ ഒളുവെടുക്കുക. കള്ളനോട്ട് കൊണ്ടുപോയി കൊടുത്ത് സ്വർണം വേണം എന്ന് പറഞ്ഞാൽ സ്വർണം കിട്ടുമോ? അതേപോലെ നമസ്കാരത്തിൽ കള്ളന്മാരുണ്ട്. നമസ്കാരത്തിൽ ഏറ്റവും വലിയ കള്ളന്മാരാരാണ്? നമസ്കാരത്തിൽ സമയം കവർന്നെടുക്കുന്നവരാണ് എന്ന് പറഞ്ഞത് നബിയുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൻ്റെ സമയത്തെ കട്ടെടുക്കുന്നവരാകാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഒരു പാപം ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും, 100 പാപങ്ങൾ 100 കറുത്ത പുള്ളി വീഴും. ഒരു ദിവസം 2 പാപം ചെയ്താൽ 365 ദിവസം കൊണ്ട് 730 കറുത്ത പുള്ളികൾ മനസ്സിൽ വരും. ഓരോ പാപങ്ങളും മനസ്സിന് ചൊറിച്ചിലുണ്ടാക്കും. ചൊറിഞ്ഞ് മനസ്സിൻ്റെ പ്രതലം മുഴുവൻ ചൊറിയായി മാറുന്ന ഒരവസ്ഥ ഈ പാപത്തിനുണ്ട് എന്ന് മനസ്സിലാക്കണം നമ്മൾ. ഓരോ പാപവും മറ്റുള്ളവർ അറിയുന്നത് വെറുക്കും, മറ്റുള്ളവർ അറിയുന്നത് പാപം ഏതും മൂടിവെക്കാം. പക്ഷേ ഈ മൂടിവെക്കുന്ന ഒരു റേഞ്ച് കഴിഞ്ഞാൽ ഏതു പാപവും പുറത്തു വരുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. രഹസ്യമായ പാപത്തിന് പരസ്യമാകാൻ അധികം സമയം വേണ്ട. ഓരോ പാപത്തിനും ഭാരമുണ്ടെന്ന്. ഈ ലോകത്ത് പാപത്തിന് വലിയ ഭാരമാണ്, പരലോകത്ത് പാപം അത് കനം തൂങ്ങുകയില്ല. കാരണം അവിടെ നന്മക്കാണ് കനം കൂടുതലുണ്ടാകുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. തിന്മയുടെ അഭാവം ഹൃദയത്തിൽ വെളിച്ചം നിറക്കും, ഹൃദയം വിശാലമാക്കും, സമാധാനത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ട് തന്നെ നമസ്കാരവും വുളുവും ശ്രദ്ധിച്ചാൽ തന്നെ ധാരാളം പുണ്യങ്ങൾ നേടാനും ധാരാളം പാപങ്ങൾ പൊറുക്കപ്പെടാനും അത് കാരണമായി തീരുമെന്ന് മനസ്സിലാക്കി ആ കാര്യത്തിലേക്ക് നമ്മൾ ഒന്നുകൂടി ശക്തമായി നമ്മുടെ മനസ്സിനെ മുന്നിട്ടിറക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ, നമ്മുടെ പാപം പൊറുക്കപ്പെടുകയാണെങ്കിൽ, മഴ
മഴ കോരിച്ചൊരിഞ്ഞു തന്ന് അള്ളാഹു നമ്മളെ സഹായിക്കും. ധാരാളമായി മഴ കിട്ടേണ്ട ആവശ്യമുള്ള ഒരു സമയമാണ് റബ്ബേ. ധാരാളമായി മഴ ചൊരിഞ്ഞ് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ നാഥ. പെയ്യുന്ന ഓരോ മഴയും 100 ഉപകാരപ്പെടുന്ന രൂപത്തിൽ മഴ പെയ്യുന്ന അവസ്ഥയുണ്ടാക്കണമേ റബ്ബേ. ഞങ്ങളിൽ ധാരാളം തെറ്റ് ചെയ്യുന്നവരുണ്ട്. ആ തെറ്റൊക്കെ പുറത്തു തന്ന് പാപങ്ങൾ പുറത്തു കിട്ടി നല്ല രൂപത്തിൽ മരിക്കുന്ന സത്യവിശ്വാസികളിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തണമേ നാഥ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അവരെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയ ആളുകൾ അവരുടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവരെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പാപങ്ങളേതുമില്ലാതെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന വിചാരണ ചെയ്യപ്പെടുന്ന നല്ല സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل على محمد.